റോമാലേഖനം പഠിക്കുമ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ മിക്കവരും യഹൂദ മതത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ. യഹൂദനെ കണ്ടാൽ അറിയാം, അവന് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശേഷതകളുമുണ്ട്, കുഴപ്പടിയുമുണ്ട്, രണ്ടുമുണ്ട്. അതെല്ലാവർക്കും ഉണ്ടല്ലോ, രണ്ടു വശം എല്ലാവർക്കും ഉണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശമുള്ളവ. യഹൂദന്റെ വിശേഷത റോമാലേഖന 9-ാം അധ്യായത്തിന്റെ 3 വായിച്ച് എല്ലാ ഭാഗവും എടുക്കുന്നില്ല എങ്കിലും റോമാലേഖന 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും. അപ്പൊ ഇത് യഹൂദന്റെ വിശേഷതകളാ. അവര് ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ഇതെല്ലാം യഹൂദന്റെ വിശേഷതകളാ. അപ്പൊ തന്നെ കുഴപ്പടിയുണ്ട്. അത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിച്ച്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. അപ്പൊ എങ്ങനുണ്ട്? എന്നോട് അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണ്. നമ്മുടെ ഇവിടെ നാട്ടിൽ കേരളത്തിൽ പറഞ്ഞതാ, ഞങ്ങള് യഹൂദന്മാരാണ്, ഇത് യഹൂദ രക്തമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കട്ടെ, മേലിൽ ഈ വെടലത്തര ഒന്ന് കണ്ടാലും അറിയാം യഹൂദൻ എന്ന വറകലം പോലെ ആയിരിക്കുന്ന വറകലം. അന്ന് മിണ്ടാതിരിക്കണ്ടേ ഈ വെടലത്തരമൊക്കെ. ഇത് യഹൂദനാണ്, ഇതിനകത്ത് യഹൂദ രക്തമാണ്. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ ആരോടും ഒന്നുമല്ല. ഞാൻ ഇത് വായിക്കാൻ പറഞ്ഞു. വായിച്ച് അങ്ങനെ അല്ല, അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കൂടെ ഉള്ളതാ. അമ്മാമ്മ വായിച്ച് കേൾപ്പിക്കും. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും നല്ല കക്ഷികളാ. ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. യഹൂദർ യേശു ക്രിസ്തുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവന്മാരാ. മാത്രമാണോ ഞങ്ങളെ ഉദ്ദേശിച്ചത് സുവിശേഷ വേലക്കാരെ. ഇത് പൗലോസെ ഓർപ്പിക്കുക. സുവിശേഷം അറിയിക്കുന്ന പൗലോസും ശേഷമുള്ള ദൈവദാസന്മാരെ എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരെ, എന്റെ ഭാഷയ ത്വരത്തിയവന്മാരായവന്മാര്. അതിനടുത്തത് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. നല്ല കക്ഷികളാ. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും പിന്നെ സകല മനുഷ്യർക്കും വിരോധികളും. അതിപ്പോ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. സകല മനുഷ്യർക്കും വിരോധികളും പിന്നെ ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാ. അപ്പൊ ഇതാണ് നല്ല വശമുണ്ട്, ചീത്ത വശവും. നമുക്ക് ഈ എബ്രായ ലേഖനത്തോടുള്ള ബന്ധത്തിൽ റോമാലേഖനം എടുക്കണം. ന്യായപ്രമാണവും പുത്രത്വവും വാഗ്ദത്തവും ആരാധനയും ഇവർക്ക്, പിതാക്കന്മാരും അവർക്ക് ജഡപ്രകാരം ക്രിസ്തുവും ഇവരിൽ നിന്ന്. അപ്പൊ യഹൂദനൊരു തലക്കനമുണ്ട്. ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ഞങ്ങളെ ആ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവം ഞങ്ങളുടെ ആളാണ്. നമ്മുടെ ഇടയിലും അങ്ങനെ ചില ആൾക്കാർക്ക് ധാരണയുണ്ട്. ഞാനാണ് ഈ സഭയിലെ അതിവിശുദ്ധൻ, എന്നെ പോലൊരു വിശുദ്ധൻ ഈ നരിക്കൽ ഇല്ല. പുനലൂരിൽ തന്നെ എന്നെ പോലൊരു വിശുദ്ധൻ ഇല്ല, നിന്നെ പോലൊരു വെടല ഈ ദേശത്തിൽ എന്ന് പറയുന്നതാണ് നല്ലത്. ഇവിടെ ആരും പൂർണ്ണരല്ല. പൂർണ്ണനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ചില സഹോദരിമാർക്കും ചില സഹോദരന്മാർക്കും ഒക്കെ ചില ധാരണയുണ്ട്. ഞാനാ ഈ സഭയിലെ ഏറ്റവും ടോപ്പ്, എന്നെ പോലെ ഒരു വിശുദ്ധ വേറെ ഇല്ല, ഞാനാണ് അതിവിശുദ്ധൻ. മറ്റവരാരും എന്റെ ഒപ്പം ഒക്കത്തില്ല. പക്ഷേ ദൈവം തമ്പുരാൻ നിന്നെ നോക്കുമ്പോൾ, പണ്ട് ബേൽശസ്സരോട് പറഞ്ഞ പോലെ, ദൈവം നിന്നെ തൂക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ത്രാസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കനവും കാണുകയില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ഞാൻ കടമെടുത്ത് പറയുക, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുക. യോഗ്യനായും ശ്രേഷ്ഠനായും ഉന്നതനായും ഊനമില്ലാത്തവനുമായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപമടിക്ക് നമുക്ക് തുല്യമായി സകലത്തിൽ പരീക്ഷിക്കപ്പെട്ട ശ്രേഷ്ഠനാകുന്നവൻ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ധന്യനാകുന്ന ഏകാധിപതി അവൻ. രാജാവും കർത്താവും
കർത്താതി കർത്താവുമായ ഒരുവൻ മാത്രമാണ് യോഗ്യൻ. എലന്തൂരിലെ TK ശൗമേൽ സാറ് ഒരു വരി, എനിക്ക് ഈ ബ്രദറുകാരുടെ പാട്ടുകള് കൂടുതൽ ഇഷ്ടമാണ്. അതിന്റെ കാരണം നല്ല വരികളും നല്ല പദങ്ങളുമാണ്. തന്നെ ഉപദേശ വിഷയത്തോട് ചേർത്ത അത് ഇപ്പോഴത്തെ മിക്ക പാട്ട്, എല്ലാ പാട്ടും അല്ല, മിക്ക പാട്ടും കുത്തിത്തിരിക, മൊത്തം കുത്തിത്തിരിക. അപ്പൊ അത് കേൾക്കുമ്പോൾ അറിയാം. എന്നാൽ പഴയ പാട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നല്ല പാട്ടുകളാണ്, അത് എന്തോ സുഖമാണെന്നറിയാം. അപ്പം എല്ലാ ഭാഗവും എടുക്കുന്നില്ല. TK ശൗമേൽ സാറ് അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ക്രിസ്തു മാഹാത്മ്യമാണ്, യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയുള്ള പാട്ടുകളാണ്. അത് നല്ല സുഖമാണ് കേൾക്കുന്നവർക്ക്. അത് ധ്യാനിച്ചൊന്ന് പാടിക്കും എന്തോ സുഖമാണ്, മനോസുഖം ഉണ്ടാകും. അപ്പം ഒരു വരി വേണേ ഇപ്പൊ ഒന്ന് പാടുന്നൊന്നും ഞാൻ അവകാശപ്പെടും. നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് മുമ്പേ പാടിയോ കേട്ടോ, നല്ല എവിടെ നന്നായിട്ട് പാടി, ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവരുടെ പോലെ ഒന്ന് നോക്കുകയല്ല. സാറ് ഒരു വരി ഇങ്ങനെ കൊടുത്തു: ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അന്നവതാരം നിസ്തുലം. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. കല്ലുച്ചതലേശം കാണുന്നില്ലി മനുജനിലെന്നുര ചെയ്തുതാ. കല്ലുച്ചതലേശം കാണുന്നില്ലി മനുജനിലെന്നുര ചെയ്തുതാൻ. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. ഇത്ര മകാനായുത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായുത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണും. സമയമില്ല. കർത്താവിന് മഹത്വം. എല്ലാവരും സേട്ടനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അത് ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, വൈശിഷ്ട്യം രേഖപ്പെടുത്തിയ ഈ ലേഖനം മുൻപോട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് രാത്രി ഈ 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള തിരുവെടുത്താണ് വായിച്ചത്. ഈ 10-ാം അധ്യായത്തിൽ 32 മുതൽ പറയുമ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ 3 കാലത്തെ പറ്റി ഓർപ്പിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ, എബ്രായ വിശ്വാസികൾ ഈ യഹൂദ മതം ആചാരം അനുഷ്ഠാനം വിട്ട് നസ്രായ മാർഗത്തിന്റെ പുറകെ വന്നവരാ. അപ്പോൾ ആരംഭ സമയത്ത് ഇവര് വളരെ തീക്ഷ്ണതയോടെ ദൈവത്തെ സേവിച്ചവരും ഭജിച്ചവരുമാണ്. ഇവരുടെ തീക്ഷ്ണതയുടെ വിശേഷതയാണ് 10-ാം അധ്യായത്തിന്റെ 32 മുതൽ ഒന്നുകൂടെ വായിച്ചാട്ട്. ദൈവത്തിന് മഹത്വം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. അപ്പോൾ ഇവരായി ഈ മാർഗത്തിൽ വന്നപ്പോൾ യേശുവിനെ സേവിക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിന്റെ പിന്നാലെ വന്നപ്പോൾ നിന്ദയും അപമാനവും ഒക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ഈ മാർഗത്ത് വരുമ്പോൾ സുഖകരമായ ഒരു ജീവിതം കിട്ടുമെന്ന് ചിന്തിക്കണ്ട. അപമാനമുണ്ട്, നിന്ദയുണ്ട്, ആക്ഷേപമുണ്ട്. ലോകം നിങ്ങളെ പകയ്ക്കും. ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞ ഒന്നും കഴിയത്തില്ല, അതുകൊണ്ട് നമുക്കും വേറെ പല കാര്യങ്ങൾ വേണം. കാരണം അങ്ങനൊന്നും വായിക്കാൻ അനുവദിക്കത്തില്ലെന്നാ പറയുന്നത്. അല്ല, നമുക്ക് പീഡയുണ്ടെന്നും നമ്മൾക്ക് പ്രതികൂലമുണ്ടെന്നും പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുമുണ്ട്.
അന്നേരം പുതിയ വിദ്വാൻമാർ ഇറങ്ങി വന്നു വെച്ച് പറയാം അതൊന്നും ഇല്ലെന്ന്, അതൊന്നും ഒക്കത്തില്ല, നമുക്ക് സംഘടന വേണം, ആള് വേണം, ഇന്നത് വേണം, എന്തെല്ലാം വകുപ്പുകൾ. ഇതെല്ലാം പുസ്തകത്തിനെതിരാ. അല്ല, ഇതെല്ലാം മിക്കതും എതിരാന്നല്ലേ ഇനിയിപ്പം, ഇതെല്ലാം പ്രമാണത്തിനെതിരാന്ന്. അപ്പോൾ ആരംഭ സമയത്ത് ഈ നിന്ദകളും പീഡകളും കൂത്തുകാഴ്ചയായി ഭവിച്ചെന്ന ആരംഭ സമയത്ത്. പക്ഷേ ഇങ്ങനൊരു പദമുണ്ട്, ഇങ്ങനെയൊക്കെ വന്നിട്ടും അതെല്ലാം സമ്പത്തുകളുടെ അപകാരം വരെ സന്തോഷത്തോടെ സഹിച്ചു. അങ്ങനെ ആയിരുന്നു ആരംഭ സമയത്ത്, ആരംഭകാലത്ത്. മാത്രമാണോ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ എന്ന് വായിച്ചേ. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ ആരംഭത്തിൽ എങ്ങനായിരുന്നെന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതിന്റെ രക്ഷയ്ക്ക് ഉതകുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ആരംഭ സമയത്ത് നിന്നയും അപമാനമൊക്കെ സഹിച്ചാ നിന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം പറയാ, നീ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും മാമൂലുകളും ഒക്കെ വിട്ട് സത്യദൈവത്തെ ഭജിക്കുവാൻ പ്രമാണപ്രകാരം വരുമ്പോൾ സുഖകരമായ ഒരു അനുഭവം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നിന്നയുണ്ട്, അപമാനമുണ്ട്, ആക്ഷേപമുണ്ട്, കൂത്തുകാഴ്ചയായി ഭവിക്കും. പക്ഷേ അന്ത്യം വരെ പിടിച്ചു നിൽക്കണം. അതിന്റെ നടുവിലും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാൽ. അപ്പോൾ അധികം വിവരിക്കുന്നില്ല. ആരംഭ സമയത്ത് വളരെ കഷ്ടതകളും പോരാട്ടങ്ങളും പീഡകളും സഹിച്ചു. അപ്പോൾ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുത്തവരാ എബ്രായ വിശ്വാസികൾ. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് അങ്ങ് ക്ഷീണമായി. ഇവർക്കൊരു ചിന്ത, ഇതെല്ലാം വിട്ടേച്ചു പോകുന്നത് അബദ്ധമായോ എന്ന്. യഹൂദന്മാരുടെ വലിയ യെരൂശലേം പള്ളി, അമ്പരചുംബിയായ പള്ളി 3 ഭാഗമായിട്ട് പ്രാകാരം, വിശുദ്ധതലം, അതിപരിശുദ്ധതലം. നിൽക്കുന്നതോ പുരോഹിത വരേണ്യന്മാര്. കൂറിന്റെ ക്രമത്തിൽ 24 കൂറ്, അബിയാ കൂറ് മുതൽ സെക്കറിയാ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. മാത്രമാണോ മഹാപുരോഹിതൻ സ്ഥാനച്ചിഹ്ന വേഷ വിഭൂഷിതനായി പുള്ളിയുടെ നിപ്പും നിലപാടും കണ്ടാൽ തന്നെ നമ്മൾ ഉമ്മായിരിക്കുന്നവരും അതായത് നമ്മുടെ ഉപദേശമാരി എന്ന ആരും മൈൻഡ് ചെയ്യത്തില്ല. അതേസമയം അതിന്റെ ആ പ്രൗഢിയോടെ ചിലർ ചെന്നപ്പോൾ ഉടനെ അവർക്ക് പ്രത്യേക കസാര തന്നെ. നമുക്കല്ല ഇപ്പൊ ഒരുപോലത്തെ കസേരയായിട്ട് ഇവിടെ 3 എണ്ണത്തിൽ ടർക്കി ഇട്ടിട്ടുണ്ട്. കിടക്കട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് ഒരു അടക്കത്തിന് ചെന്നപ്പോൾ ഞങ്ങളെല്ലാം ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്കെല്ലാം സാധാരണ കസേര തന്നു. പിന്നെ വേറൊരാള് വന്നു കഴിഞ്ഞപ്പോൾ അകത്തിന്ന് പ്രത്യേക കസേര, പണ്ട് ജയലളിത വരുന്നത് പോലെ പ്രത്യേക കസേര, അതൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട്. ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. അങ്ങനെ അതിന്റെ കാരണം എന്നാ, ആ വരവ് അതുപോലത്തെ വരവാ. നമ്മള് ഈ പരവലില്ലേ ആര് എന്നാ ചെയ്യാനാ. അപ്പൊ അന്നും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഈ മഹാപുരോഹിതൻ സ്ഥാനച്ചിന്റെ വേഷഭൂഷണത്തിനായിട്ട് ഒരു വരവുണ്ട്. ആ വരവൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇങ്ങനെയുള്ള പുരോഹിത വരേണ്യന്മാര്, മഹാപുരോഹിതന് യെരൂശലേം പള്ളി, അമ്പരചുംബിയായ പള്ളി, കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, ഇതൊക്കെ പള്ളിയോട് ബന്ധപ്പെട്ടുണ്ട്. മിക്ക ഉപകരണങ്ങളും തങ്കം കൊണ്ടും പൊന്നുകൊണ്ടും പൊന്നിനാൽ പണിയപ്പെട്ടതും തങ്കത്താൽ പൊതിയപ്പെട്ടതുമായ കോടിക്കണക്കിന് വിലമതിക്കുന്ന വസ്തുതകളാ ദൈവാലയത്തോടും അതിന് ബന്ധപ്പെട്ട്. മാത്രമാണോ നല്ല 1-ാം തരം കല്ലറകളും ഇല്ലേ. കല്ലറ കണ്ടാൽ തന്നെ ആകാൻ തോന്നും. നമ്മുടെ കല്ലറയുടെ അവിടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പച്ചയും കയറി, കാടും കയറി. പിന്നെ ആരായാലും ചത്ത് കഴിയുമ്പോൾ 2 ഇവിടെ പോയി തെളിക്കട. അവൻ കത്താളുമായിട്ട് പോയി പ്രാഗി അവിടെ. നമ്മൾ എന്നിട്ട് ഇത് കൊണ്ടുചെല്ലുന്നതോ ഇടവഴി കയറി എന്ത് ബന്ധപ്പെട്ട ഇല്ലേ, എന്ത് ബന്ധപ്പെട്ട എന്ന്. ഇപ്പോഴാണ് മിക്കയിടത്തും അടക്കാനും സമ്മതിക്കുകയല്ല. ഉടനെ തന്നെ ഇവിടെ ഓടി കുത്തുക. ഞാൻ പറഞ്ഞ് അടക്കാൻ സമ്മതിക്കുകയല്ലേ, വരുന്നവന്റെ വീട്ടിലോട്ട് വെച്ച് കൊടുത്തേക്കണം. നീ കൊണ്ടുപോയി അടക്കടാന്ന് പറയണം. എടാ കൊണപ്പെട്ടവനാന്ന് എവിടെ അടക്കിയാലും അവൻ ഉയർത്തോളും കാകളം തുണിക്കുമ്പോ. ഇപ്പൊ അടക്കാൻ ചെല്ലുമ്പോ സമ്മതിക്കാല്ലേ, അവിടെ വിട്ട് വെച്ചേക്കണം. ആരിലും അടക്കാൻ പറയണം. പിന്നല്ലാണോ